നമസ്കാരം. മിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പല നിറത്തിലുള്ള ഇതേപോലുള്ള അടപ്പുകൾ എടുക്കുക. എന്നിട്ടത് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു മുട്ടയൊക്കെ വെക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എന്തിനാണെന്ന് പറയാട്ടോ. നമുക്ക് മുട്ട വെക്കുന്ന ട്രേ ഒന്നും ഇല്ലെങ്കിൽ പോലൂടെ ഇത് കണ്ടേ, ഇതുപോലെ മുട്ട ഈ കുപ്പിയുടെ അടപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അനായാസം അവിടെ ഇരുന്നോളും, മറിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ട്രേ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ കുപ്പിയുടെ അടപ്പിൽ മുട്ട ഇതേപോലെ വെക്കുകയാണെങ്കിൽ കേടാകാതെ ഇരുന്നോളും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളിനി കുപ്പിയുടെ ഒറ്റ അടപ്പ് പോലും കളയരുത് കേട്ടോ. ഇങ്ങനെ നമുക്കിത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലോ കേട്ടോ. ടിപ്പ് നമ്പർ 2. ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 അല്ലെങ്കിൽ 4 ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി ചേർക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേയിലപ്പൊടി ഉണ്ടെങ്കിൽ തേയിലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. രണ്ടിലേതെങ്കിലും ഒന്ന് മതി, രണ്ടും കൂടെ വേണ്ട. പിന്നെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, അതായത് നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പില ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ 2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത്, അത് 1 ഗ്ലാസ്സായിട്ട് നമുക്ക് വറ്റിച്ച് എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 മുറി നാരങ്ങയുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ നാരങ്ങയുടെ തൊലി ഉണ്ടായിരുന്നുകൊണ്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ 1 ഗ്ലാസ് ആകുന്നോടം വരെ ഇങ്ങനെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതിനി അരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം കേട്ടോ. മുടി കൊഴിച്ചിലില്ലാത്തവരായിട്ട് ആരുമില്ല. കൊഴിഞ്ഞു പോകുന്ന ഓരോ മുടി ഇഴകളെയും കുറിച്ച് ഓർത്ത് ഒത്തിരി പ്രയാസപ്പെടുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും. മുടി വളരാനും മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ ആയിട്ട് മാർക്കറ്റുകളിൽ ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും പുറകെ പോയി വെറുതെ പൈസ കളയാതെ ഇതേപോലെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഉലുവ എന്ന ഈ അടുക്കള ചേരുവ പണ്ട് മുതൽ തന്നെ കേശ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് വന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കടുക്, കാപ്പിപ്പൊടി, കറിവേപ്പില, ഗ്രാമ്പു ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല ഒരു നല്ലൊരു കൂട്ടാണ്. നമ്മുടെ മുടിക്ക് വളരെയധികം മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന, നമ്മുടെ തലയോട്ടിയിലെ രക്ത ഓട്ടത്തെയൊക്കെ വർദ്ധിപ്പിച്ച് താരണ്യം ഒക്കെ കുറച്ച് മുടി സമൃദ്ധിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് സഹായിക്കും. ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം പറയാം. നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെയിലി ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല തിക്കായിട്ട് തന്നെ മുടി വളരും. നല്ല കറുപ്പോട് കൂടി തന്നെ മുടി വളരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല. ഇനി അടുത്ത ടിപ്പ് നമ്പർ 3. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഓട്സ് വളരെ നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ. കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, അങ്ങനെ പല പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് ഓട്സ്. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടല്ലേ. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഓട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ എന്ന കണക്കിലുള്ള ഓട്സ് മതിയാകും ഒരാൾക്ക്. പിന്നെ നമ്മളിത് പാലൊഴിച്ച് ചിലർ തിളപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് തിളപ്പിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ഓട്സ് ഇങ്ങനെ വേവിക്കാതെ കണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ടും കഴിക്കാവുന്നതാണ്. അപ്പം ഞാനത് ഇതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പസമയം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്നെ ഇത് കണ്ടേ, ഇതേപോലെ നന്നായിട്ട് കുതിർന്ന് നമുക്ക് കഴിക്കാൻ പാകത്തിന് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ പാലോ വെള്ളമോ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച് കഴിക്കാവുന്നതാണ്. ഇത് 2 രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 4. നമ്മുടെ വീട്ടിലെ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതാകട്ടെ പലർക്കും മടിയുള്ള കാര്യമാണ്.
നമ്മൾ ഇന്ന് കൈ തൊടാതെ നമ്മുടെ ടോയ്ലറ്റ് എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം സാധാരണ നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ചാവുമല്ലോ ക്ലീൻ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലോസറ്റ് ക്ലീൻ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്ന അതേ ബ്രഷ് കൊണ്ട് നമ്മൾ ഒരിക്കലും ടോയ്ലറ്റിൻ്റെ സീറ്റ് ക്ലീൻ ചെയ്യാൻ പാടില്ല. അതിന് പ്രത്യേകം ഒരു ബ്രഷ് മാറ്റി വയ്ക്കണം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ സീറ്റ് ഒന്ന് പൊക്കി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടായിരിക്കും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അതൊരു അറപ്പും ഒക്കെ ഉളവാക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ കൈ തൊടാതെ തന്നെ നമുക്ക് ഈ ഭാഗം ഉയർത്തി വെക്കുവാനും ഇവിടെ ക്ലീൻ ആക്കാനും ഒക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, ഇതേപോലെ നമ്മുടെ ക്ലോത്ത് ക്ലിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് ക്ലിപ്പ് എടുക്കുക. അതിനുശേഷം ഇതുണ്ടോ ഇങ്ങനെ ഇവിടെ ഒന്ന് കൊളുത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളിത് കണ്ടോ അനായാസം നമ്മൾ ആ ടോയ്ലറ്റ് സീറ്റിലൊന്നും കൈ തൊടാതെ തന്നെ നമുക്കിത് ഉയർത്തി വയ്ക്കാൻ പറ്റും. എന്നിട്ട് ഈ ഭാഗമൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഇതുണ്ടോ ഇതേപോലെ നമുക്ക് ഇത് നേരെ താത്തും വയ്ക്കാൻ പറ്റും. അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്തെന്നല്ല, നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ഈ സീറ്റ് കവർ ഇങ്ങനെ ഒന്ന് പൊക്കുകയും താക്കുകയും ചെയ്യാം. നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്കിതിൽ കൈ തൊടേണ്ട ആവശ്യമേ വരത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് ക്ലിപ്പ് നമ്മുടെ ഈ ടോയ്ലറ്റിൽ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇതുണ്ടോ നമ്മുടെ ആ ലോഷനൊക്കെ വെക്കുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊളുത്തി വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 5. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2-3 കർപ്പൂരം കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. വീട്ടിൽ പല്ലി ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വാതിലിൻ്റെയൊക്കെ വശത്ത് പതുങ്ങിയിരിക്കുന്ന പല്ലികളെ അറിയാതെയാണെങ്കിൽ പോലും കൂടെ ഒരു തവണയെങ്കിലും വാതിലടച്ച് കൊല്ലാത്ത മലയാളികൾ കാണുമോ? അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് തുറന്നു വയ്ക്കുമ്പോഴും ഒക്കെ ഈ പല്ലിയെ നമ്മൾ പേടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനകത്തോട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇത് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനായിട്ട് വേറെ പണിയൊന്നും വേണ്ട. അതുകൊണ്ട് വളരെയധികം നമ്മൾ കെയർഫുള്ളായിരിക്കണം പല്ലിയുടെ കാര്യത്തിൽ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു 1/2 സ്പൂണോളം ഡെറ്റോൾ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ ഒന്നുണ്ടോ പാല് പോലെ ഇങ്ങനെ വെളുത്ത ഒരു വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പല്ലിയെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സൊല്യൂഷന്. ഇത് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കണം. നമ്മൾ കർപ്പൂരം ചേർത്തിരിക്കുന്നത് കൊണ്ട് അരിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി സ്പ്രേ ചെയ്യാനുള്ളത്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് സ്പ്രേ വർക്കായി കിട്ടത്തില്ല അരിച്ചെടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് അരിച്ച് എടുത്തതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കുന്നുണ്ടേ. അപ്പം ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് പല്ലിയെ കുലത്തോടെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ സ്പ്രേ കുപ്പിയിൽ എടുത്തിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുകയാണ്. പല്ലിയെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത്, അല്ലെങ്കിൽ പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പല്ലിയെ കാണുമ്പം തന്നെ ഇതുണ്ട് അതിൻ്റെ ദേഹത്തേക്ക് ഇത് വീണിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇതുണ്ട് ഇതേപോലെ പെടഞ്ഞ് അതിൻ്റെ കാര്യം കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് വീട്ടിലെ പല്ലികളെ എല്ലാം തുരത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 6. ഇതുപോലെ ചെറിയ ബോട്ടിൽ എടുക്കുക കേട്ടോ. ഒത്തിരി വലിപ്പമൊന്നും വേണ്ട. ചെറിയ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ 2 സൈഡും നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഈ ഒരു നടുഭാഗം നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു കമ്പി എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഹോൾ ഇട്ടെടുത്തു കണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുകാണ്. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം 1 സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം 2 സ്പൂണോളം കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കംഫോർട്ടാണ്. അപ്പോൾ കംഫോർട്ടിന് അറിയാമല്ലോ നല്ലൊരു സുഗന്ധമായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മതി. ഇങ്ങനെ കുറച്ച് കംഫോർട്ടൊന്നും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കടുകും കല്ലുപ്പും കംഫോർട്ടും കൂടിയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മറ്റേ ആ ഒരു പാർട്ട് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ ചെറിയൊരു കുപ്പി പോലെ നമുക്ക് ഇതിനകത്ത് തോന്നും. കണ്ടോ ചെറിയൊരു കുപ്പിയായിട്ട് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ ദുർഗന്ധം അറിയാമല്ലോ. കറക്റ്റായിട്ട് നമ്മൾ ഫ്ലഷ് അടിച്ചില്ലെങ്കിലും ബാത്റൂം കറക്റ്റ് ടൈമിങ്ങിന് വാഷ് ചെയ്തില്ല എങ്കിലും എന്താ പറയുക, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ്സും ഒരു നല്ല ഒരു സുഗന്ധവും നിലനിർത്താനുള്ളൊരു വഴിയാണ് ഇത്. ഈ ബോട്ടിൽ നമ്മളിതുപോലെ കൊണ്ട് ടോയ്ലറ്റിൽ എവിടെയെങ്കിലും ജനലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടോയ്ലറ്റിൽ തന്നെയല്ല നമ്മുടെ റൂമുകളിലൊക്കെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഓരോ റൂമുകളിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും, നല്ലൊരു സുഗന്ധമായിരിക്കും. ഇത് 1 മാസത്തോളം നിലനിൽക്കുകയും ചെയ്യും.
അപ്പം ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലൊന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.